അലൈക്കും. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ ബ്രൈഡ്സിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ബീഡഡ് ചെയിൻ വേണം. പിന്നെ ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാക്സ് ഷീറ്റ് നമ്മൾക്ക് വേണം. പിന്നെ ഇതുപോലത്തെ ഐ പിന്ന്, പിന്നെ ഒരു ഹെയർ ക്ലിപ്പ്, B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലെയറും കട്ടറും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സ്റ്റോണും ഞാൻ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിൽ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഷേപ്പിൽ കുന്നൻ സ്റ്റോണില്ലേ, ആ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഓഫ് വൈറ്റ് കളറിൽ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേക്കിങ്ങിലോട്ട് കിടക്കാം. അതിനായിട്ട് വാക്സ് ഷീറ്റ് എടുത്തിട്ട് വാക്സ് ഷീറ്റിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ B7000 ഗ്ലൂ ആണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന നല്ലപോലെ ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ B7000 ഗ്ലൂ നല്ലപോലെ വാക്സ് ഷീറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ സ്ക്വയർ ഷേപ്പുള്ള ആ ഒരു സ്റ്റോൺ ഞാൻ ഈ ഒരു ഗ്ലൂവിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ഫിക്സ് ആക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാക്സ് ഷീറ്റ് ഇല്ലെങ്കിൽ പോലും വേറെ ഏത് ഷീറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. മറ്റേ ക്യാൻവാസ് ഷീറ്റോ ഫെൽറ്റ് ഷീറ്റ് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സ്ക്വയറിന് ചുറ്റും നമ്മളുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റോണിൻ്റെ ഷേപ്പിൽ ഞാൻ ഓരോ സ്റ്റോണും കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പീസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ചുറ്റിൽക്കും ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചുറ്റിൽക്ക് അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് ഞാൻ അടുത്തതായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതുപോലത്തെ സ്റ്റോൺ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റോൺ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഓരോന്നിനും ഇങ്ങനെ ഓരോ ബീഡ് എടുത്ത് കറക്റ്റിന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ആക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ റൗണ്ടിൽ എല്ലാ സ്റ്റോൺസും ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് റൗണ്ട് ആവാനായിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ ചുറ്റിലേക്ക് ഞാൻ വീണ്ടും ബീഡ്സ് ആണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടിയും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓഫ് വൈറ്റ് കളറിലെ ഹോളില്ലാത്ത ബീഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹോളുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിലും കൈ വെച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരൊറ്റ കളറല്ല മൾട്ടി കളറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് റൗണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് കൈ വെച്ചൊന്ന് ഇതിനെ കറക്റ്റാക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒട്ടുന്നതിന് മുമ്പ് നമ്മൾ അതിനെ നല്ലപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ ബീഡിൻ്റെ അപ്പുറത്തായിട്ട് വീണ്ടും നമ്മൾ റൗണ്ടിലെ സ്റ്റോണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഓരോന്നും നല്ല അറേഞ്ച് ചെയ്ത് നമുക്ക് ചുറ്റിനും ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചുറ്റിനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബീഡ് ചെയിൻ ഇങ്ങനെ പല സൈസായിട്ട് കയറി ഇറങ്ങി നിൽക്കുന്ന പോലെ ഒരു 5 പീസ് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നല്ല ലെങ്ത് ഉള്ളത്, പിന്നെ അതിൽ ലെങ്ത് കുറഞ്ഞ 2 പീസ്, പിന്നെ അതിൽ ലെങ്ത് കുറഞ്ഞ 2 പീസ്, അങ്ങനെ 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഹുക്കിലോട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ പ്ലെയർ യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എല്ലാത്തിലും അങ്ങനെ ചെയ്തെടുക്കുക. 5 പീസിലും നമ്മൾ ഓരോന്നും അങ്ങനെ കറക്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവരും നമ്മൾ കറക്റ്റായിട്ട് ഓപ്പൺ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ബീഡ് ചെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺസ് വെച്ചിട്ട് ഇങ്ങനത്തെ ബീഡ് ചെയിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് ചെയിൻ പോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ 5 എണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ റൗണ്ടിൻ്റെ ബാക്കിലോട്ട് നമ്മളുടെ ഈ ഒരു ഹുക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നല്ലപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്കിൽ തന്നെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നും കറക്റ്റിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. സെൻറ്റർ ഭാഗം വരുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നല്ല ലെങ്ത് ഉള്ളത്, പിന്നെ ഇച്ചിരി കൂടി ലെങ്ത്ത് കുറഞ്ഞത്, അങ്ങനെ 5 എണ്ണം ഞാനിങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ നമ്മളുടെ ഐപ്പിനിൻ്റെ ലെങ്ത്ത് ഒന്ന് ഇച്ചിരി കട്ടാക്കി കുറച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലെങ്ത്തിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചു 5 ലെങ്ത്ത് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു റൗണ്ടിൽ വാക്സ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ലപോലെ പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി കറക്റ്റ് റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ നമ്മളുടെ ബാരറ്റ് ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ക്യാമറയുടെ ഫോക്കസ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അപ്പോൾ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തു. ഇനി ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ഒരു ഐപ്പിൻ എടുത്തു. അതുപോലെ തന്നെ 5mm സൈസിലെ 5 ബീഡ്സ് എടുത്തിട്ട് ചെറിയൊരു ഹാങ്ങിങ് പോലെ നമ്മുടെ ഒരു ബീഡിൻ്റെ താഴെ ഹാങ്ങിങ്ങിൻ്റെ താഴെ ഒരു ചെറിയൊരു ഹാങ്ങിങ് കൂടി കൊടുക്കാനായിട്ട് നമ്മുടെ ഐപ്പിൻ ഇട്ടിട്ട് ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ചിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വളച്ച് കൊടുത്ത് ഒരു ഹുക്ക് പോലെ ആക്കിയിടുക. ഇത് കട്ടർ വെച്ച് ഞാനൊന്ന് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹാങ്ങിങ്ങിന് പോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ആദ്യം ലെഫ്റ്റിലോട്ടൊന്ന് ചെറുതായിട്ട് വളച്ചെടുക്കുക. പിന്നെ ആ ഒരു വളച്ചത് തന്നെ തിരിച്ചെടുത്ത് റൈറ്റിലോട്ടാക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഹാങ്ങിങ് കിട്ടും. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ടൊരു ഹാങ്ങിങ് കിട്ടും. ഞാൻ ഈ ഓരോ ഹാങ്ങിങ്ങും നമ്മളുടെ ബീഡ് ചെയിനിൻ്റെ താഴെയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ബ്രൈഡ്സിനും അതുപോലെ തന്നെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ആക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടും നല്ല എലഗൻ ലുക്കിലും നമുക്കിത് ചെയ്തെടുക്കാം. മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.